നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ വാർത്തകൾ അറിയാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെപ്റ്റംബർ മാസത്തിൽ ശുക്രൻ തെളിയുന്ന അല്ലെങ്കിൽ ഭാഗ്യം വന്നുചേരുന്ന നക്ഷത്രക്കാരുടെ മാറ്റങ്ങൾ നമുക്ക് നോക്കാം. ചില രാശിക്കാർക്ക് സെപ്റ്റംബറിൽ നല്ല സമയമാണ് വരാൻ പോകുന്നത്. ഓണക്കാലമായ ഈ മാസം തുടങ്ങുമ്പോൾ തന്നെ ശുക്രദശ തുടങ്ങുന്ന ചില രാശിക്കാരുണ്ട്. ഇവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെപ്റ്റംബർ മാസം ഓണമാസമാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾ ഓണം കാത്തിരുന്ന ഒരു മാസം, ജ്യോതിഷപ്രകാരവും ഇതിന് പ്രാധാന്യമുള്ള ഒരു മാസമാണ്. പ്രധാനപ്പെട്ട 3 ഗ്രഹ സംക്രമണം കൂടി നടക്കുന്ന മാസമാണിത്. ബുധൻ, ശുക്രൻ, സൂര്യൻ എന്നിവയാണ് ഇവ. ഇത് കാരണം ജീവിതത്തിലെ ദുരിതങ്ങൾ മാറി സെപ്റ്റംബർ 1 മുതൽ നല്ല കാലം വന്നുചേരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ജീവിതത്തിലെ പരാജയങ്ങൾ വിജയങ്ങളാകുന്ന ചില നക്ഷത്രക്കാർ. ഇവയെക്കുറിച്ചെല്ലാം നമുക്ക് പറയാം. ഫലപ്രാപ്തി ലഭിക്കാനായിട്ട് കുടുംബക്ഷേത്രത്തിലും മറ്റും വഴിപാടുകളൊക്കെ നടത്തുന്നത് നല്ലതാണ്. അതിലാദ്യം വരുന്നത് അശ്വതി നക്ഷത്രമാണ്. ഇവർക്ക് സാമ്പത്തിക പുരോഗതി വന്നു ചേരും. മനസ്സിന് ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റമുണ്ടാകും. ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സർവ്വ ഐശ്വര്യങ്ങളും ഈ നാളുകാർക്ക് ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും വന്നു ചേരും. നടക്കാത്ത ആഗ്രഹങ്ങൾ നടക്കാതിരുന്ന ആഗ്രഹങ്ങൾ ഈ മാസം സാധിച്ചെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ, കുടുംബപരമായ സന്തോഷങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യവും വന്നു ചേരുന്ന സമയമാണിത്. ഇവർക്ക് ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കുന്ന ഒരു മാസമാണ് ഇത്. ഭാഗ്യവും സമൃദ്ധിയും വന്നു ചേരും. അടുത്തത് രോഹിണി നക്ഷത്രക്കാർ. ഇവർക്ക് സാമ്പത്തിക പുരോഗതി വന്നു ചേരുന്നു. തൊഴിൽ അഭിവൃദ്ധി, അതുപോലെ തന്നെ വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരും. ദീർഘനാളായി ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടുന്ന സമയമാണ്. ലക്ഷ്യം നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് മകയിര നക്ഷത്രത്തിനും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. ഇവർക്ക് നല്ല രീതിയിൽ സർവ്വ ഐശ്വര്യം ഫലമായി കിട്ടുന്നു. തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി വരുന്നതാണ്. ധനനഷ്ടം സംഭവിച്ചിട്ടുള്ളവർ അത് വീണ്ടെടുക്കാൻ അവർക്ക് നല്ല സമയമാണ്. ജീവിതം നല്ല രീതിയിൽ വഴിമാറുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രത്തിന് ശുക്രന്റെ രാശിമാറ്റം ഏറെ ഗുണകരമാണ്. ദുഃഖം അകലും, സന്തോഷം വർദ്ധിക്കും. കുറ്റപ്പെടുത്തിയവർ വീണ്ടും അടുത്തുകൂടും. ദൈവാധീനം കൈവരും. ഇവർ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനവും മറ്റും നടത്തുന്നത് നല്ലതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രത്തിന് സെപ്റ്റംബർ ഏറ്റവും നല്ലൊരു സമയമാണ്. രാജയോഗം മിന്നിത്തിളങ്ങുന്ന ഒരു സമയമെന്ന് വേണമെങ്കിൽ പറയാം. പൂരുട്ടാതി നക്ഷത്രമാണ് അടുത്തത്. പൂരുട്ടാതി നക്ഷത്രം ദേവി പ്രസാദിക്കുന്ന സമയമാണ്. കുലദൈവത്തെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ദുഃഖങ്ങൾ മാറി ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ലത് വരാനും കാരണമാകും. കുലദേവതയെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കുന്നതിന് കാരണമാകുന്നു. പിതൃവഴിയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മാതൃവഴിയുള്ള, അതായത് പിതൃക്കന്മാരുടെ അല്ലെങ്കിൽ മാതാവിൻ്റെ, അതായത് നിങ്ങളുടെ കുലദൈവത്തെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മാതാവിൻ്റെ കുടുംബക്ഷേത്രത്തിലും പിതാവിൻ്റെ കുടുംബക്ഷേത്രത്തിലും നിങ്ങൾ തൊഴുത് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഈ മേൽപ്പറഞ്ഞ ഇത്രയും നാളുകാർക്കാണ് സെപ്റ്റംബർ മാസത്തിൽ ശുക്രൻ അല്ലെങ്കിൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രക്കാർ. ഇവരെല്ലാം, മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരെല്ലാം അവർ വിശ്വസിക്കുന്ന ദൈവത്തിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനവും മറ്റും നടത്തുക. ഇതുപോലുള്ള ജ്യോതിഷ സംബന്ധമായ വാർത്തകളും ഒക്കെ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അധ്യായമായിട്ട് പിന്നീട് കാണാം. നന്ദി.